അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ അസ്ഥി ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നവർ പറയുന്നു. ഞങ്ങൾ മുടിഞ്ഞിരിക്കുന്നു. രണ്ട് കാര്യം അവർക്കുണ്ടായി. ഒന്ന്, ഉണങ്ങിപ്പോയി. രണ്ട്, മുടിഞ്ഞുപോയി. കാരണം അവരുടെ പ്രത്യാശ നഷ്ടം. പ്രത്യാശ നഷ്ടപ്പെട്ടാൽ തഴച്ചു നിൽക്കുന്ന നീ ചൂട്ടുപോലെ ഉണങ്ങും. പ്രത്യാശ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര ഉയർച്ച നിൽക്കുന്ന നീയും മുടിയാൻ തുടങ്ങും. എന്നാൽ പ്രത്യാശ അകത്തുണ്ടെങ്കിൽ, ഇനി അടുത്ത ദൂത് കേട്ടെ, ഇനി പറയാൻ പോവാ 12-ാം വാക്യം. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദൈവം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന്. എന്ന് പറഞ്ഞാൽ പ്രത്യാശ നഷ്ടപ്പെട്ട നിന്നെ ഇപ്പൊ ഒരു മനുഷ്യനെ അടക്കുന്ന പോലെ കല്ലറ അടക്കിയേക്കുക. ഞാനൊരു കാര്യം നിനക്ക് വേണ്ടി ചെയ്യാൻ പോവാ. നിന്നെ അടക്കിയ കല്ലറയെന്ന് കുഴി ഞാൻ തുറക്കും. ഒരാമീൻ പറയണം. ചിലർ കാണാൻ പോവാണ്. ദൈവം ചിലത് ചെയ്യുന്നത്, നിന്റെ സന്തതിക്ക് വേണ്ടി ചെയ്യുന്നത്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്നത്, നിനക്ക് വേണ്ടി ചെയ്യുന്നത് കാണാൻ പോവാ. നിരാശ നഷ്ടപ്പെടുത്തി നിന്നെ ഒതുക്കിയ കല്ലറ ഞാൻ തുറക്കും. ഇന്ന് നിന്നെ ഒതുക്കിയ ചില പാരമ്പര്യത്തിന്റെ കുഴികൾ, ബൈബിളി വാക്യമുണ്ട്, അവൻ തന്റെ വചനമയച്ച് സൗഖ്യമാക്കി അവനെ അവരുടെ കുഴികളിൽ നിന്ന് അവൻ വിടുവിച്ചു. ചിലരെ പുറത്തെടുക്കാൻ പോവാ. നിന്നെ ഒതുക്കിയ സ്ഥലത്തുനിന്ന്, നിരാശപ്പെടുത്തിയ സ്ഥലത്തു നിന്ന് ദൈവം നിന്റെ മേലുള്ള ചിലരുടെ വിധി ഇന്ന് പൊട്ടും. വിശ്വാസമുണ്ടോ? നിന്നെ നോക്കി ചിലര് വിധിക്കുക. ഇവൻ അതിൽ കുടുങ്ങും, അവൾ അതിൽ കുടുങ്ങും. ആ വിധി ഇന്ന് പൊട്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യും, ഞാനത് തുറക്കും.